നല്ല മുകളിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഓണാക്കി കേട്ടോ. അതിൻ്റെ അവിടെ ഉണ്ടോ? പ്രിയരെ, നമ്മളെ ഒരു കുരുമുളകിൻ്റെ നേഴ്സറി ഫാമിലാണ്. വെറൈറ്റി കുരുമുളക് ചെടി കാണാനായിട്ട് വന്നതാണ്. നമ്മുടെ ഒപ്പം റോഹിത് ചേട്ടനുണ്ട്. ഈ തൈകളെ കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്താവോ? ഏതൊക്കെയാണോ എന്ന് പറയാമോ? തെക്കൻ 2 അല്ലേ? തെക്കൻ 2വിന്റെ പ്രത്യേകത എന്നാന്ന് പറയാമോ? ഒരു 30 സെന്റിമീറ്റർ നീളം കാണും അതിന്റെ ചരടിന്. ഒരു ചരട് മുളക് ഒരു കൊത്തലിന് 30 സെന്റിമീറ്റർ നീളം കാണും. ഓക്കെ, അതായത് ചെറിയ സ്കെയിലിന് നീളം വരും അല്ലേ? ഒരു ചെറിയ സ്കെയിലിന് വരും. മുളകുണ്ടോ അവിടെ? ചരടിട്ടിട്ടുണ്ട്. ഇത്ര നീളം വരും അല്ലേ? എല്ലാം ഇത് മുട്ടിന് എല്ലാം പിടിക്കുവോ? ഈ മുളകെല്ലാം പിടിക്കുവോ? അതിനെപ്പറ്റി അറിയത്തില്ല, കണ്ടോണ്ടിരിക്കുന്നേ ഉള്ളൂ. വളർത്താവോ? പുഷ്പപ്പറായിട്ടോ? പുഷ്പപ്പറായിട്ട് വളർത്താം. പുഷ്പപ്പറ എടുത്താൽ വളർത്താം. അതല്ലേ? മരത്തിലാണോ അത്? മരത്തെ കയറുന്ന ഒരു വെറൈറ്റി ഉണ്ട്, മരത്തെ കയറുന്ന വെറൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ പുഷ്പപ്പറിന്റെ വെറൈറ്റി ഉണ്ട്. 2 വെറൈറ്റി എടുക്കാം നമുക്ക്. നമ്മൾ തിപ്പിലി എന്ന് പറയുന്ന സാധനത്തെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണിത്. തിപ്പിലി അല്ലേ? തിപ്പിലിയിലാണോ ചേട്ടൻ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. അതല്ലേ? ഇത് നമ്മുടെ ചീരാങ്കുഴി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് നീളക്കുറവാണ്, കണ്ടോ? ചരട് നീളക്കുറവാണ്, ഒരു 4 ഇഞ്ച്. വേറെ ഏതൊക്കെയാണോ എന്ന് പറയാതെ എല്ലാം പറഞ്ഞില്ല. ഇത് നമ്മുടെ തെക്കൻ 2 എന്ന് പറഞ്ഞ വെറൈറ്റി. മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, തെക്കൻ 2 എന്ന് പറഞ്ഞ വെറൈറ്റി. ഇത് നമ്മുടെ പന്നൂരെട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതൊരു 6 ഇഞ്ച് നീളമുണ്ട് ചാട്ടിന്. ഇത് കേട് വളരെ കുറവാണ്. ഇതിന് തണലത്തും വളരുമെന്നാണ് പറയുന്നത്. മരത്തിലല്ലേ കയറ്റി വിടുന്നത്? മരത്തെ കയറ്റി വിടാനാണ്. തൈ എടുത്തിട്ട് മരത്തെ കയറ്റി വിടാൻ പറ്റും. ഇത് സർപ്പൻ്റെ രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. കായൊക്കെ ഇത് എത്ര കിലോ ഉണക്ക് കിട്ടും? അങ്ങനെ എന്തെങ്കിലും അറിയാമോ? ഒരു 400 ഗ്രാം എടുത്ത് ഉണക്ക് കിട്ടും 1 കിലോയ്ക്ക്. 1 കിലോ പച്ചയ്ക്ക്? അപ്പോൾ കരിമുണ്ട അടുത്ത് അതുപോലെ തന്നെ കിട്ടും. കരിമുണ്ടയിൽ ഒരു വെറൈറ്റി പോലെ തോന്നിക്കുന്നത് ഇലയാണ്, സെയിം ഇലയെ കാണിക്കുന്നത്. ഇതും തെക്കൻ 2 തന്നെയാണ്. ഇത് കുമ്പക്കല്ല് എന്ന് വെറൈറ്റിയാണ്. ഇത് കുമ്പക്കല്ലാണ്. കുമ്പക്കല്ലല്ലേ? ഇതിൻ്റെ പ്രത്യേകത എന്നാ? കുമ്പക്കലാകുമ്പോൾ ഫുള്ളായിട്ട് മുളക് പിടിക്കുന്നുണ്ട്. ഒരു 400 ഗ്രാം എടുത്ത് തൂക്കമുണ്ട് മുളകിന് ഉണക്കിച്ച്. ഈ കട്ടയായിട്ട് ഒത്തിരി എടുപ്പേ തന്നെ ഒരു 5, 8, 10 അങ്ങനെ കട്ടയായിട്ട് കമ്പല പോലെ. അത് തന്നെ. അത് അതേതായിട്ടാ? അത് തെക്കൻ വണ്ണം എന്ന് പറഞ്ഞ വെറൈറ്റിയാണത്. അതുണ്ടോ നമുക്ക്? ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ല, നിലവിലില്ല. ഈ ഭാഗത്ത് പിടിക്കുന്നില്ല, ചില കാലാവസ്ഥയിൽ പിടിക്കുന്നില്ല. ഇത് നമ്മുടെ ചീരാങ്കുഴി എന്ന് പറഞ്ഞില്ലേ? ചീരാങ്കുഴി നല്ല മുളകാണ്. ചേട്ടന് തണ്ട് മുറിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ ഓരോ മുട്ടിന് ക്ലിപ്പ് വെച്ച് ഇരുത്തിയോ അല്ലേ? എന്നിട്ട് കട്ട് ചെയ്യും അല്ലേ? പന്നൂരെട്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ചീരാങ്കുഴിയാണ്. അത് വിജയ്. ഇത് അകിളി. ഇതിന്റെ പ്രത്യേകത എന്നാ? അകിളി എന്ന് പറഞ്ഞാൽ ഒരു 450 ഗ്രാമിൽ ഉണക്ക് കിട്ടും. 450. അപ്പം ഏറ്റവും കുരുമുളകിൽ ഏറ്റവും കൂടുതൽ തൂക്കം കിട്ടുന്ന വെറൈറ്റി ഇതാണ്. കണ്ടത് ഏറ്റവും കൂടുതൽ വെറൈറ്റി ഇതാണ്. മരത്തിലാണോ അത് പോസ്റ്റാലൊക്കെ കയറ്റി വിടാൻ പറ്റുമോ? ഏതായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. ഇതിന് വലിയൊരു വളർച്ചയുള്ള മരമല്ല. ഓവർ സൈസ് വളർച്ചയുള്ള മരത്തിലാണല്ലേ കൂടുതൽ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഒരു മീഡിയം വളർച്ചയുള്ളൂ ഇതിന്. അപ്പോൾ അതിന് കുമ്പക്കൽ പോലെ തന്നെ ഒരു വളർച്ച കാണിക്കുള്ളൂ. പിന്നെ ഇത് കിളികൾ തിന്നത്തില്ല പറയുന്നത് കായ. ഇതിന് തൊണ്ട് കട്ടി കുറവാണ്. അപ്പം കൂടുതലും ഫ്ലഷ് കുറവായതുകൊണ്ട് മണിത്തൂക്കമല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് കിളികൾ തിന്നിയായിരുന്നു അതല്ലേ? ഇത് കരിമുണ്ട എന്ന മരമാണിത്. കരിമുണ്ട അല്ലേ?
കരിമുണ്ട എത്ര ടൈപ്പ് ഉണ്ട് ചേട്ടാ? കരിമുണ്ട ഞാൻ ചെയ്യുന്നത് വെള്ളക്കരിമുണ്ട എന്ന സാധനമാണ് ചെയ്യുന്നത്. കരിമുണ്ടയുടെ നീളം കൂടിയ വെറൈറ്റിയാണിത്. അപ്പം കൂടുതൽ ആദായം കിട്ടും. ഒരു 400 ഗ്രാം അടുത്ത് തൂക്കമുണ്ട് ഉണക്കയ്ക്ക്. എല്ലാം അത് തന്നെയാണ്. ആ, കരിമുണ്ടയാണ് പണ്ട് തൊട്ട് നമുക്ക് നാട്ടിലുള്ള ഒരു വെറൈറ്റി. ആ, കേട് കുറവുണ്ട്. നല്ല തൂക്കമുള്ള മുളകാണ്. ഒരു 1 കൊല്ലം തന്നെ കായാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ന് വെച്ചാൽ ഇത് കർപ്പന്നെ ചെയ്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കായാവും. ഒരു കൂടെ 1/2 കിലോ മണ്ണ് വാണിയില്ലേ വെയിറ്റ് ആയിട്ട്? ആ, ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് 4.5-6 മിനിറ്റ് കവറാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് 1/2 കിലോ വേണം. 1/2 കിലോ വരും അല്ലേ? വരുമ്പോൾ ഇത് 4 കവർ നമുക്ക് കട്ട് ചെയ്ത് കർഷകർക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇതൊരു 10-12 കവറാകുമ്പോൾ നമ്മൾ കട്ടിങ് തുടങ്ങും. 12 കവറാകുമ്പോൾ അപ്പം 10 കവർ ബാക്ക് സൈഡ് കട്ട് ചെയ്യും. എന്നിട്ട് അത് മറിച്ച് കഴിയുമ്പോൾ കയറി വരും. ചിലത്തിന് 10-12 കവർ കാണും. 12-13 കവർ. അപ്പം ബാക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് നമ്മൾ തിരിച്ച് കട്ട് ചെയ്ത് നമ്മൾ ഇതിന് തിരിച്ച് ഇതുപോലെ നാട്ടിക്കുത്തും. നാട്ടിക്കുത്തി കഴിയുമ്പോൾ നമ്മുടെ ഈ തണ്ടിൻ്റെ അഗ്രഭാഗത്തും ഈ തണ്ടയിലും വേര് വരും. ഈ വേര് കൂടാതെ തന്നെ ഈ തണ്ടിൻ്റെ ബാക്ക് സൈഡ് തണ്ടുണ്ട്. ഈ തണ്ടയിലും വേര് കിളുക്കും. ഈ തണ്ടിന്റെ ലാസ്റ്റത്തെ ഭാഗമുണ്ട്, ഇതുപോലെ ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, അവിടെയും വേര് കിളുക്കും. ആ, അപ്പൊ ഈ കട്ടിങ് കഴിഞ്ഞിട്ട് ഈ പടർന്ന് പോയാക്കുന്ന കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ അതുപോലെ തന്നെ മണ്ണിലേക്ക് കുത്തി ഇറക്കി വെക്കും. അത് മരുന്ന് അങ്ങനെ ഒന്നുമില്ല. അപ്പം കുത്തി വെച്ച് കഴിയുമ്പോൾ ഈ തണ്ടിന്റെ ഈ ബാക്ക് സൈഡ് ഭാഗം ഉണ്ടല്ലോ, അവിടെയും വേര് പിടിക്കും. ആ ക്ലിപ്പ് എടുത്ത് മാറ്റുകയും ചെയ്യും. ക്ലിപ്പ് എടുത്ത് മാറ്റിയിട്ട് ഇവിടെയും ഇതിന് വണ്ടി നമ്മൾ കൊടുത്തോണ്ട് തന്നെ അപ്പം നമ്മൾ ക്ലിപ്പ് കൊടുക്കുവാണ്. ഇപ്പം ഈ തണ്ടിന്റെ ഈ വേര് കൂടാതെ തന്നെ ഇതിന്റെ അടിവശത്തുള്ള ഭാഗത്തും വേര് പിടിക്കും. ഈ തണ്ടിന്റെ ഇതിന്റെ ബാക്ക് സൈഡ് ഉണ്ട് ഒരു ഭാഗം, അവിടെയും വേര് പിടിക്കും. അപ്പം 3 ഭാഗത്ത് വേര് പിടിച്ച് കിട്ടും. ക്ലിപ്പോടെ കാണിച്ചു കൊടുക്കാം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലിപ്പ്. ഇങ്ങനെ പടർന്നു വരുന്നതനുസരിച്ച് ക്ലിപ്പ് കുറച്ച് കൊടുക്കും. നീണ്ട അത് വേര് മാറിപ്പോയിരിക്കാൻ വേണ്ടി, അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയിരിക്കാൻ, വെള്ളം ഒഴിക്കുമ്പോൾ മാറിപ്പോയിരിക്കാൻ വേണ്ടി. വേനൽക്കാണല്ലേ ക്ലിപ്പ് കുത്തിയാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? ഒത്തിരി മുറുക്കായിരുന്നു. ബാക്കിലേക്ക് മൂക്കുന്നതനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റി 12 കവർ മുറിക്കും. അതിന് ഒരാഴ്ച കഴിയുമ്പോൾ ഇങ്ങനെയാവും. ഒരാഴ്ച കഴിയുമ്പോൾ ഇങ്ങനെയാവും. 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിരിക്കും. നമുക്ക് പിടിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല, തണ്ടേ പിടിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല, ഊരിയൊന്നും പോകത്തില്ല. അപ്പോഴത്തേക്ക് അടിയിലൊക്കെ വേര് വരും. ഒരു മരത്തെ നടാനാണെങ്കിൽ എത്ര ചൂട് വരെ നടാൻ ചേട്ടാ? 1-ന്റെ ആവശ്യമുള്ളൂ. ഒറ്റ കൂടെ മതി. കാരണം വെച്ചാൽ ഇത് കയറി പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ടോപ്പ് കുറച്ച് കഴിയുമ്പോൾ ഒരു 1.5 അടി മുറിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് വീണ്ടും കണ്ണി പൊട്ടും, ബ്രാഞ്ച് പൊട്ടി വരും. പിന്നെ അതുപോലെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചോട്ടിൽ നിന്ന് ചെന്തൻ്റെ ഓടി വരും. ആ ചെന്തൻ്റെ ഓടി വരുന്നതിനെ കൂടി മരത്തിലിട്ട് കയറ്റി വിടാം. അപ്പം അത്രയും കഷ്ടപ്പെടുന്ന ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ 2-3 വെക്കാം. ഒത്തിരി വെക്കുമ്പോഴത്തേക്കും കൂടുതൽ വായുസഞ്ചാരം കുറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാകും. ഒത്തിരി കൂടി കഴിഞ്ഞാൽ ചേട്ടന്റെ അഭിപ്രായത്തിൽ ഏത് ഇനമായിട്ട് ഏറ്റവും സ്വീകാര്യമായിട്ട് മരത്തിൽ ഏറ്റവും കൂടുതൽ കാല് പിടിച്ച് കയറാനായിട്ടും അതുപോലെ തന്നെ ഏറ്റവും നല്ല വിളവും രോഗപ്രതിരോധ ശേഷിയും ഒക്കെ കൂടുതലുള്ള ഇനം? എപ്പോഴും നല്ല കരിമുണ്ടയായിരിക്കും. പണ്ട് തൊട്ട് നമുക്ക് കരിമുണ്ടയാണ് ഉള്ളത്. പിന്നെ കുമ്പക്കൽ നല്ല വെറൈറ്റിയാണ്, ഫുള്ളായിട്ട് മുളക് പിടിക്കുന്നുണ്ട്. ആദ്യം കാണിച്ചല്ലേ 450 ഗ്രാം തൂക്കം വരുന്നത്. 400 ഗ്രാം തൂക്കമുണ്ട്. അകിളി നല്ലതാണ്. പിന്നെ ഓരോ സാധനം ഓരോ സ്ഥലത്തും അവൻ മിടുക്കനാണ്. അപ്പം ഇപ്പം എന്നെ കാണുന്ന ആൾക്കാർ എവിടെ നിന്നാണ് കാണുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പം അവരെവിടെ നിന്നാണ് കാണിച്ചാൽ അവിടുത്തെ ഭാഗത്ത് കൂടെ നല്ല നോക്കി അത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ചില ഭാഗത്ത് കുമ്പക്കലായി നല്ലത്, അവിടെ കുമ്പക്കൽ വെക്കുക. കരിമുണ്ടയാണെന്നല്ലെങ്കിൽ അവിടെ കരിമുണ്ട് വെക്കുക. അകിളിയാണെങ്കിൽ അവിടെ അകിളി വെക്കുക. 500 രൂപ കിട്ടുന്നെങ്കിൽ അവിടെ കവ് വെക്കുക ഉള്ളൂ. ഇടുക്കി ജില്ല, കോട്ടയം, അതുപോലെ തന്നെ എറണാകുളം ക്ലൈമറ്റ് ഒക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കരിമുണ്ടയും ചേട്ടൻ ആദ്യം പറഞ്ഞ കരിമുണ്ടയൊക്കെ എപ്പോഴും നല്ലത്. പിന്നെ ബാക്കി വെറൈറ്റി മെക്ക ഇല്ല എന്നല്ല പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൂടുതൽ നല്ല കരിമുണ്ടയായിരിക്കും. ഈ പോസ്റ്റിൽ കൂടി നടുന്നുണ്ടല്ലോ, അതായത് വാർക്ക പോസ്റ്റല്ലേ, അതെങ്ങനെയുണ്ട് ചേട്ടൻ്റെ അഭിപ്രായത്തിന്? എങ്ങനെയാ, അത് മെച്ചമാണത്? ചൂട് കൂടി വരുവാണ്. അപ്പം നമ്മൾ നെറ്റൊക്കെ മേളിലിട്ട് കൊടുക്കേണ്ടി വരും. സംരക്ഷണം കൂടെ വേണ്ടി വരും. മറ്റേ മരത്തിന് സ്വന്തമായിട്ട് തന്നെ ഒരു ഇലച്ചാർത്തുണ്ട്. മരം കുറച്ച് വെള്ളം പുറത്ത് വിടുന്നുണ്ട്. അതെല്ലാം കിട്ടും. പൊങ്കിട്ടെല്ലാം ചൂടായി കഴിയുമ്പോൾ മരത്തിൻ്റെ ഒക്കെ വേര് വിട്ട് വരും. വേര് വിട്ട് വരും. അപ്പം നമ്മളതെല്ലാം
പ്രതിരോധിക്കണം. തുടക്കത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയൂ അല്ലേ? അതെ നമ്മൾ പറയുന്നത് കൂടുതൽ നല്ലത് പയ്യാനി എന്ന് പറഞ്ഞ മരം വെക്കുക നല്ലത്. അതാണെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒത്തിരി വേര് പക്കമൊന്നുമില്ല, പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പയ്യാൻ ഒത്തിരി വളർത്തുമില്ല. അപ്പം നമുക്ക് എപ്പോഴും നല്ലത് അതായിരിക്കും. പയ്യാനി സുലഭമായിട്ട് കിട്ടാനുണ്ടോ? ഇപ്പം കിട്ടാനുണ്ട് ഒത്തിരി. പലരിപ്പം ചെയ്യുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട്. പയ്യാനിലാണെങ്കിൽ കൊടിയുടെ അകലം എത്രയാ? എന്തേരി അകലത്തിൽ നടന്നത്? 2 മീറ്റർ ഒക്കെ മതിയായിരിക്കും. 2 മീറ്റർ. ഈ പയ്യാനിക്ക് വലിയതും വിലച്ചാർത്തില്ല, മുരിക്ക് പോലെ അത്ര വെട്ടിക്കളയാനും ബുദ്ധിമുട്ടില്ല, ഒത്തിരി ഇല വരുന്നില്ല. അതുകൊണ്ട് പിന്നെ പയ്യാനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും 60 ഇഞ്ച് 80 ഇഞ്ചൊക്കെ വളരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ കാണുകയില്ല. ഏറ്റവും കൂടുതൽ കാലുപിടുത്തമുണ്ടല്ലേ? കാലുപിടുത്തമുണ്ട്. ഏറ്റവും നല്ല പ്ലാവാണ് ചെയ്യാൻ നല്ലത്. പക്ഷേ പ്ലാവിൻ്റെ നമുക്കത് ഒത്തിരി വേരുള്ളതുകൊണ്ട്. ഇതിനെന്താ വളപ്രയോഗം സാധാരണ കുരുമുളകിന് ചെയ്യുന്നത്? കുരുമുളകിൻ്റെ അടുത്ത് ഒരു വളം ചെയ്യാതിരിക്കും നല്ലത്. പക്ഷേ മണ്ണളി കഴിഞ്ഞാൽ ഫംഗസ് വരും. ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ പുറത്തുനിന്ന് വല്ല മണ്ണെടുത്തിട്ട് മൂടുവാണ് നല്ലതാണ്. അല്ലെങ്കിൽ ചപ്പ് ഇട്ടിട്ട് മൂടിയാൽ നല്ലതാണ്. വേര് പൊട്ടരുത്. തൂമ്പ ഇറക്കരുത്. അരിവാൾ ഇറക്കാം, പക്ഷേ തൂമ്പ ഇറക്കരുത്. അരിവാൾ ഇറക്കാം, പുല്ല് വെട്ടിക്കളയാം, പക്ഷേ തൂമ്പ ഇറക്കരുത്. കുമ്മായി ഇട്ടിട്ട് നല്ലതാണ്. pH മഴക്കാലത്ത് pH കൂടി പോകുന്നതുകൊണ്ട് കുമ്മായി ഇട്ടിട്ട് നല്ലതാണ്. ഡോളമേറ്റ് ഇടാൻ നല്ലതാണ്. അടിക്കുവാനും നല്ലതാണ്. അത് നമുക്ക് പ്രായോഗികമല്ല. ഞാൻ ഇടയ്ക്കൊക്കെ സാഫ് അടിക്കാറുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമ്പം കൊണ്ടേ അടിക്കും, അത്രേ ഉള്ളൂ. എന്നും അടിക്കുന്നൊന്നുമില്ല. ഒത്തിരി അടിച്ച് കഴിഞ്ഞാൽ പൊടിയുണ്ട്, റംബുട്ടാൻ ചെയ്യുന്നുണ്ട്, പ്ലാവ് ചെയ്യുന്നുണ്ട്, മങ്കോശും കുറേ ഉണ്ട്, പ്ലാവ് ചെയ്യുന്നുണ്ട്, കുറച്ച് ജാതി ചെയ്യുന്നുണ്ട്, എല്ലാം കുറച്ച് ചെയ്യുന്നുണ്ട്. പ്രിയരെ, നമ്മള് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ കൊടിയുടെ തോട്ടത്തിന്റെ ഇനി നമുക്ക് ഒരു 4-5 മാസത്തോടെ കഴിയുമ്പോഴത്തേനും അല്ലേ, 5 മാസത്തോടെ കഴിയുമ്പോഴത്തേനും കുരുമുളകായി തുടങ്ങിയല്ലേ? അതല്ലേ, അടുത്ത വർഷം ആരംഭത്തില് കുരുമുളകായി വരുമ്പോഴത്തേനും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണിച്ചറിയാം. ഇപ്പൊ ഓഫ് സീസൺ ആണ്. അപ്പം ചേട്ടന് നട്ടിരിക്കുന്ന കൊടിത്തോട്ടത്തിൽ നമ്മളെ കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ചേട്ടാ? അപ്പോൾ എല്ലാ ഇനവും നമ്മുടെ ചാനൽ വഴി കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം ചേട്ടൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാം. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ചോദിക്കുക. ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേട്ടൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ അയച്ചു തരും. പ്രിയരെ, നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വീണ്ടും നമ്മൾ അടുത്ത വർഷം ഇതേ ചേട്ടൻ്റെ ഈ തോട്ടത്തിൽ വരുന്നതാണ്. എല്ലാ ഐറ്റവും നിങ്ങളെ പരിചയപ്പെടുന്നതായിരിക്കും. ഇനി 1 by 1 ആയിട്ട് എല്ലാം ഘട്ടമായിട്ട് ഓരോ സീസൺ അനുസരിച്ച്. ഇപ്പോൾ ഓഫ് സീസൺ ആയല്ലേ എല്ലാ ഫ്രൂട്ട്സ് ഇനത്തിൻ്റെ എല്ലാം ഓഫ് സീസണാണ്. റംബൂട്ടാൻ്റെ പഴം മാത്രമേ ഉള്ളൂ. അപ്പം ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയ ഒരിക്കൽ കൂടി പറയുന്നത് ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയത് ഒത്തിരി സന്തോഷം. എല്ലാവർക്കും നല്ല ദിവസം ആയിരുന്നു.